അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു പത്തിരിപ്പൊടി വെച്ചിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. ഇത് എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കിയാലോ. ഞാൻ അതിനൊരു 3.5 കപ്പ് പൊടിയാണ്, പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 1/2 കപ്പ് മാറ്റി വെക്കണം. ബാക്കി 3 കപ്പ് കൊണ്ടാണ് നമ്മൾ വാട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വാട്ടിയെടുക്കാനായിട്ട് ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ 3 ഗ്ലാസ്സിൽ നമുക്ക് പൊടി കറക്റ്റായിട്ട് പത്തിരിക്കാണെങ്കിലും പുട്ടിനാണെങ്കിലൊക്കെ വാട്ടിയെടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് മാറ്റി വെക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഉപ്പിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിൽ തിളച്ച് വരുമ്പോൾ പൊടി ഇടാൻ. ഇനി നല്ലോണം എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന പോലെ ഇളക്കി വെക്കുക. പൊടി കുറവാണെന്ന് തോന്നി നമ്മൾ തിളച്ച സമയത്ത് മാറ്റി വെച്ചില്ലേ, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കുക. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പത്തിരിക്കും പുട്ടിനും ഒക്കെ പൊടി വാട്ടിയെടുക്കേണ്ടത്. നമുക്ക് കണ്ടാൽ അറിയാം എല്ലാ ഭാഗത്തും നനവെത്തിയിട്ടുണ്ടോ നമുക്ക് കണ്ടാൽ അറിയാം. അതിനനുസരിച്ച് പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ തിളപ്പിച്ച മാറ്റി. എനിക്ക് ഈ പൊടിക്ക് 3 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും. ഒരു പ്രാവശ്യം കുറച്ചുണ്ടാക്കിയിട്ട് പിന്നെ കൂടുതൽ ഉണ്ടാക്കും. ഇനി നമുക്കിതൊരു തട്ടിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണം മിക്സിയിൽ. ഇനിയിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് കുറേശ്ശെ ഇട്ടുകൊണ്ട് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ 3.5 കപ്പ് എടുത്തിട്ട് അതിന് 1/2 കപ്പ് മാറ്റി വെച്ചില്ലേ, അതാണ് ഈ പൊടി. ഈ പൊടിയാണ് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം പൊടിച്ചിട്ടെടുക്കാം. ഒന്ന് ഫസ്റ്റത്തെ സ്പീഡിലിട്ടുകൊണ്ട് അടിച്ചാൽ തന്നെ നമുക്ക് അറിയാം. കട്ടയില്ലാതെ ഒന്നണ്ട് പൾസ് ചെയ്തെടുക്കുക ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്നണ്ട് കറക്കിയിട്ട് എടുത്താലും മതി. അപ്പം തന്നെ ആയി കിട്ടും. ഇതുപോലെ നമ്മൾ പുട്ട് നനച്ചതുപോലെ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ പൊടികളും ചെയ്തെടുക്കാം. ഇനി അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അപ്പോഴേക്കപ്പോഴാണ് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം തെളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പൊടി ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ കട്ടിയായിട്ട് വരും. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ വരില്ല. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കേണ്ടി വരും ഫ്രിഡ്ജിൽ വെച്ച പൊടിയാണെങ്കിൽ. അതല്ല നമ്മൾ വാട്ടി പൊടിച്ചുണ്ടാക്കി ആ സമയത്ത് തന്നെ നമ്മൾ പുട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. ഉപ്പൊക്കെ നമ്മൾ പൊടി വാട്ടിയ സമയത്ത് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുക്കറിൻ്റെ മേലെയാണ് വെച്ചിട്ട് എടുക്കുന്നത്. ഈ ചിരട്ടൻ്റെ ഇതിലാകുമ്പോൾ പെട്ടെന്ന് ആവി വരും. നല്ല സോഫ്റ്റ് പുട്ടാണ്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും ആ സോഫ്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ നോമ്പിന് പൊടിച്ചു വെച്ച പൊടി ഉണ്ടാവില്ലേ, അത് എന്നും പത്തിരി ഇട്ടിട്ട് അടുത്ത സമയത്തൊക്കെ, അല്ലെങ്കിൽ കുറച്ചാൾ 2-3 ആളൊക്കെയാണ് ഇന്ന് പത്തിരി വേണ്ട അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് പുട്ട് വിട്ടാൽ നമ്മൾ എങ്ങനെ പുട്ട് കഴിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. ഇത് നല്ല സോഫ്റ്റ് പുട്ടാണ്. ശരിക്കും നല്ല ഉഷാറായിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. അതേപോലെ നോമ്പ് നോൽക്കാത്ത കുട്ടികളിലോ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ പൂപ്പൽ വരും കേട്ടോ. കാരണം അത് നമ്മൾ നനച്ച പൊടിയല്ലേ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ് പച്ചവെള്ളമാണ് നമ്മളത് എടുക്കണം കേട്ടോ നനച്ച് കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് കയ്യിൽ പിടിച്ചിങ്ങനെ അമർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിങ്ങനെ കട്ടയ പോലെയാവും. അങ്ങനെയാണ് നോക്കാമെന്ന് അറിയാമല്ലോ. അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും.